Hello, this is Rifa and welcome to my new video. ഇന്നൊരു ജങ്ക് ജേണൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ജങ്ക് ജേണൽ ഓർ കൈൻഡ് ഓഫ് മെമ്മറി ജേണൽ എന്നൊക്കെ പറയാം. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓൾസോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. സോ എൻ്റെ അടുത്ത് ഈ ഒരു കുറേ മുന്നേ വാങ്ങിച്ച് വെച്ചൊരു ജേണൽ ഉണ്ടായിരുന്നു. ഇതിലാണ് ഞാൻ ജങ്ക് ജേണൽ ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇത് ഒരു എസ്തെറ്റിക്കായിട്ട് ഡെക്കൽ എഡ്ജൊക്കെ വരുന്ന വിൻറ്റേജ് ജേണലായിരുന്നു. ഇതിൽ ഞാൻ ആകെ ഒരു പേജ് ചെയ്തിട്ടുള്ളൂ. അത് ഒരു ആർട്ട് ജേണലായിരുന്നു കേട്ടോ. കുറേ മുന്നേ ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അന്ന്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ജേണൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കീയൊക്കെ ഒരു വേറെ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തുരുമ്പ് പിടിച്ചാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതൊന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു കാരിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അക്രിലിക് മാർക്കേഴ്സ് ഉണ്ടായിരുന്നു, മെറ്റാലിക്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡായിരുന്നു കേട്ടോ ആ കീ. പക്ഷേ ആ സെയിം ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സിമിലർ ഷെയ്ഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പിൽ ഞാനിതുപോലെ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജങ്ക് ജേണൽ ചെയ്യാനായിട്ട്. കൂടുതലും ബില്ലുകളും കാര്യമൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ ജേണൽ ചെയ്യാനിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചെങ്കിലും ഇത്രയും ദിവസം മടി കാരണം ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്പ്രെഡ് ചെയ്താണ് കേട്ടോ. കുറച്ചധികം ജങ്ക്സ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു പേജിൽ എനിക്ക് എന്തായാലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 2-3 സ്പ്രെഡായിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഈ റെഡ് കളറുള്ളത് ബോർഡിംഗ് പാസ് ആയിരുന്നു. അതിൻ്റെ ബോർഡിംഗ് പാസിൻ്റെ പ്രിൻ്റൊക്കെ മാഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ടിഷ്യൂ അത് ഞാൻ ട്രിപ്പിൽ പ്ലെയിൻ എയർ പെയിൻറ്റിങ്സ് ചെയ്തിരുന്നു. അപ്പോൾ യൂസ് ചെയ്തിരുന്ന ടിഷ്യൂ ആണ് കേട്ടോ. പിന്നെ മെമ്മറി കീപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്നു. അതും കൂടി സ്റ്റിക്ക് ചെയ്തിട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്പ്രെഡും ഞാൻ അഗെയിൻ ബോർഡിംഗ് പാസസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ സാധനം കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഫില്ല് ചെയ്യാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഷെൽസൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് അത്ര പൊന്തി നിൽക്കാത്ത ഷെൽസ് 2 ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഐലൻഡ് ഹോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന ടിക്കറ്റ്സും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അതും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടോ. ശരിക്കും മൈൻഡ് റിലാക്സ് ആവും കേട്ടോ. നമുക്കൊരു റൂളും ഇല്ലാതെയാണ് നമ്മൾ ഇത് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജങ്ക് ജേണൽ ചെയ്യുന്നത്. ഭയങ്കര നീറ്റായിട്ട് ചെയ്യാൻ നോക്കാതെ നമ്മൾ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ എനിക്ക്. ബിക്കോസ് വി ആർ ഡൂയിങ് ജേണൽ വിത്ത് ജങ്ക്സ്. അപ്പോൾ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇതൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിഷസിൻ്റെയൊക്കെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടോ. കാരണം ഐലൻഡ് ഹോപ്പിങ്ങിൻ്റെ പേജായിരുന്നു അത് കംപ്ലീറ്റ്. നെക്സ്റ്റ് പേജിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ഒരു കവറാട്ടോ ഒട്ടിച്ചത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈവൻ കവറുകൾ വരെ ഞാൻ കളക്ട് ചെയ്തിരുന്നു. അതിൽ ഒന്ന് 7-Eleven എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ കവറായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലിൻ്റെ ബാക്ക് സൈഡ് അഗെയിൻ ഒട്ടിച്ചു കേട്ടോ. കാരണം പോയി വന്നിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ എല്ലാ ബില്ലിൻ്റെയും പ്രിൻറ്റുകൾ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അട്രാക്റ്റീവായിട്ടുള്ള ബാക്ക് സൈഡുള്ള ബില്ലുകളൊക്കെ ഞാൻ അങ്ങനെയാണ് ഒട്ടിച്ചത്, അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഈ ഫോട്ടോസ് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ ഫ്രെയിമും അതുപോലെ തന്നെ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച ഫോട്ടോക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളർ ഫ്രെയിമും ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്ത ഇത് സ്റ്റിക്കേഴ്സും കാര്യമൊക്കെ ഞാൻ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ജേണൽ കുറേ മുന്നേ വാങ്ങിയതുകൊണ്ട് ലിങ്ക് കിട്ടുമോ എന്നറിയില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അഗെയിൻ അടുത്ത സ്പ്രെഡിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് എക്കോ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ബില്ലുകളാണ് വെച്ചത്. ഇത് ആ ഷോപ്പിൻ്റെ കവറിൽ ഉണ്ടായിരുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാർട്ടൂണാട്ടോ. പിന്നെ സൈഡിൽ ഞങ്ങൾ കേവ്സിലേക്ക് പോയപ്പോൾ ഉള്ള ബില്ലിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടി ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്. എഗെയിൻ കുറച്ച് ഫോട്ടോസ് ഫില്ല് ചെയ്തിട്ടോ. അപ്പം ഡിസൈനുള്ള ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഓവർ കവർ ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടോസേ വെച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് സ്പ്രെഡിൽ ബിലാബിലാമാർ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ബില്ലുകൾ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഗ്രീൻ കളർ. വീഡിയോയിൽ ചെറുതായിട്ട് ബ്ലൂ പോലെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ജസ്റ്റ് കോഫിയുടെ ബില്ലുകൾ ഒട്ടിച്ചു. അതൊരു പേർപ്പിളിഷ് ബ്ലൂ ആണ് കേട്ടോ. പക്ക ഇതിൽ കാണുന്ന പോലത്തെ ബ്ലൂ അല്ല. പിന്നെ ഒരു കോഫി സാഷയും ഷുഗറിൻ്റെ സാഷയൊക്കെ കവർ ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഈ ഒരു ഗ്രീൻ കളർ കവർ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഓർമ്മയില്ല ആക്ച്വലി. പിന്നെ നമ്മൾ നൂഡിൽസ് വാങ്ങിയപ്പം കിട്ടുന്ന ഡിസ്പോസിബിൾ ചോപ്പ് സ്റ്റിക്സിൽ നിന്ന് ഒന്ന് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതും സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഈ പേജ് കംപ്ലീറ്റ്ലി ഫുഡിൻ്റെ ഫോട്ടോസാട്ടോ ഞാൻ ഫില്ല് ചെയ്ത്. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് പേജ്. ഇത് അവിടുന്ന് കഴിച്ചതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉള്ള ബേക്കർ ഷോപ്പിൻ്റെ കവറാട്ടോ. അപ്പോൾ ബാക്കി വരുന്ന എല്ലാ ഫോട്ടോസും ഞാൻ ഈ ഒരു സ്പ്രെഡിൽ ഫില്ല് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളക്ട് ചെയ്ത എല്ലാ സാധനം കൂടി ഞാൻ ജങ്ക് ജേണലിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് ഒരു പോസ്റ്റ് കാർഡ് എനിക്ക് തന്നെ അയച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനൊരു എൻവലപ്പ് ചെയ്തു കേട്ടോ, പ്രിൻറ്റഡ് പേപ്പർ വെച്ചിട്ട്.
അപ്പോൾ ഈ പോസ്റ്റ് കാർഡ് സെൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിരുന്നു. ഇത് സേഫായിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു എൻവലപ്പിലാണ് ഇത് എടുത്ത് വെക്കുന്നത്. എന്നിട്ട് ആ ഒരു എൻവലപ്പ് ഈ പേജിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റ് കാർഡ് അയച്ചത് സെൻട്രൽ മാർക്കറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോവും ഒരു മെമ്മറിക്ക് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടോ. ഒരു സ്റ്റാമ്പ് പോലെ ഫിൽ ചെയ്യാൻ ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുത്തിരുന്നു. സ്റ്റാമ്പിൻ്റെ ഔട്ട്ലൈനാണ് ഞാൻ ആദ്യം കൊടുക്കാൻ വിചാരിച്ചത്. ബട്ട് അത് കുറച്ച് ഹെക്റ്റിക് ആയതുകൊണ്ട് റിലാക്സ് ആയി ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ സിമ്പിളായിട്ട് ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ചെറിയൊരു ഔട്ട്ലൈൻ കൊടുത്തു. അതുപോലെ തന്നെ ചില ഫോട്ടോസൊക്കെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചില ഔട്ട്ലൈൻസ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ജങ്ക് ജേർണലിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ശരിക്കും നമുക്ക് റിലാക്സ് ചെയ്യാനും പിന്നെ നമ്മളത് ഫ്ലിപ്പ് ചെയ്യുമ്പം ആ ഒരു കംപ്ലീറ്റ് മെമ്മറി നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ജേർണലാട്ടോ ജങ്ക് ജേർണൽ. അടുത്തത് ഏത് ടൈപ്പ് വീഡിയോ വേണമെന്ന് സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.